നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ 3 ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടു. അടുത്ത മാസം നടക്കാനിരിക്കുന്ന പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കുമെതിരായ ത്രിരാഷ്ട്ര പരമ്പരയുടെ ഭാഗമാകാൻ പാക് അതിർത്തിയിലെ ഉർഗിൽ നിന്നും ശരണിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ടീം. പോപ്പ് ഗായിക കാറ്റി പെറിയുമായുള്ള ചൂടൻ ചിത്രങ്ങൾ പുറത്ത്. കനഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും വിവാദത്തിലേക്ക്. UK-യിൽ ഡ്യൂക്ക് ഓഫ് യോർക്ക് പദവി ഉപേക്ഷിക്കാൻ ആൻഡ്രൂ രാജകുമാരൻ. ഇനി മുതൽ പ്രിൻസ് എന്ന ഏക പദവി മാത്രമാകും. മറ്റ് രാജകീയ ബഹുമതികളും ഉപേക്ഷിക്കുമെന്ന് രാജകുമാരൻ പ്രസ്താവനയിൽ. സ്നാപ്ചാറ്റ് ഉപയോഗിച്ച് വഞ്ചിച്ച് ചിത്രങ്ങൾ കൈമാറി ബ്ലാക്ക് മെയിൽ ചെയ്ത കേസിൽ 19-കാരന് കാർഡിഫ് കോടതിയുടെ കഠിന ശിക്ഷ. ഇംഗ്ലണ്ടിന് ആദ്യ 20 ലോകകപ്പ് നേടിക്കൊടുത്ത ക്രിക്കറ്റ് താരവും അസിസ്റ്റന്റ് കോച്ചുമായിരുന്ന പോൾ കോളിംഗ്വുഡ് ഒളിവിലാണെന്ന് റിപ്പോർട്ട്. വഴിവിട്ട സ്വകാര്യ ജീവിതത്തിന് പുറമെ കോടികളുടെ നികുതി വെട്ടിപ്പ് കൂടി പുറത്തു വന്നതോടെ കോളിവുഡ് മുങ്ങിയതായി റിപ്പോർട്ട്. ബ്രിട്ടനിൽ HIV വൈറസിനെ പ്രതിരോധിക്കാൻ ആദ്യ കുത്തിവയ്പ്പിന് അംഗീകാരം. കബോഡഗ്രാവിർ എന്ന മരുന്ന് 2 മാസത്തിലൊരിക്കൽ വർഷത്തിൽ 6 പ്രാവശ്യം നൽകുവാനാണ് അംഗീകാരം. ശൈത്യകാലത്തിന് മുന്നോടിയായി UK-യിൽ ഫ്ലൂ, കോവിഡ് എന്നിവയ്ക്ക് കാരണമാകുന്ന വൈറസുകൾ അതിവേഗം വ്യാപിക്കുകയാണെന്ന് റിപ്പോർട്ട്. ലിംഗപരമോ മതപരമോ ആയ കാരണങ്ങളാൽ പൊതുസ്ഥലത്ത് മുഖം മൂടുന്നത് നിരോധിക്കുന്ന ബിൽ പോർച്ചുഗൽ പാർലമെന്റ് അംഗീകരിച്ചു. വായ്പാ തട്ടിപ്പ് നടത്തി ഇന്ത്യ വിട്ട ഡയമണ്ട് വ്യാപാരി മെഹുൽ ചോംസ്കിയെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ അനുമതി നൽകി ബെൽജിയം കോടതി. ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡറായി കാസർഗോഡ് സ്വദേശി നഗ്മ മാലിക്. മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തിന് സമീപം ബോട്ട് മറിഞ്ഞ് 3 ഇന്ത്യക്കാർ മരിച്ചു. മലയാളികളടക്കം 5 പേരെ കാണാതായി. ഗാന്ധി ജയന്തി മാതൃകയിൽ IOC UK-യുടെ തെരുവ് ശുചീകരണത്തിന് UK-യിൽ അംഗീകാരവും അഭിനന്ദനവും. തെരുവ് ശുചീകരണത്തിൽ ബോൾട്ടൺ കൗൺസിലിന്റെ അഭിനന്ദനം. നെന്മാറ പോത്തുണ്ടി സജിത കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം. 3 വകുപ്പുകളിലെ 4 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടു. കബീർ, സിബ്ഗത്തുള്ള, ഹാറൂൺ എന്നീ ക്രിക്കറ്റ് താരങ്ങളാണ് കൊല്ലപ്പെട്ടത്. പട്ടിക പ്രവിശ്യയിൽ നടന്ന ആക്രമണത്തിലാണ് ഈ ദാരുണ കൊലപാതകം. അടുത്ത മാസം നടക്കാനിരിക്കുന്ന പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കുമെതിരായ അഫ്ഗാന്റെ ത്രിരാഷ്ട്ര പരമ്പരയുടെ ഭാഗമാകാൻ പാക് അതിർത്തിയിലെ ഉർഗുലിൽ നിന്നും ഷാരണിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു സംഘമെന്നും അപ്പോഴായിരുന്നു ആക്രമണമെന്നും അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു. ക്രിക്കറ്റ് താരങ്ങളെ കൂടാതെ മറ്റ് 5 പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. കൊല്ലപ്പെട്ടവരോടുള്ള ആദരസൂചകമായി അഫ്ഗാൻ പരമ്പരയിൽ നിന്നും ഒഴിവാക്കുകയാണെന്ന് ACB വ്യക്തമാക്കി. ആക്രമണത്തെ അപലപിച്ച അഫ്ഗാൻ T20 ടീമിന്റെ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ പരമ്പരയിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്തു. പോപ്പ് ഗായിക കാറ്റി പെറിയുമായുള്ള ചൂടൻ ചിത്രങ്ങൾ പുറത്ത്. കനഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും വിവാദത്തിലേക്ക്. ഒരു സ്വകാര്യ നൗകയിൽ പോപ്പ് ഗായിക കാറ്റി പെറിയുമായുള്ള ഫോട്ടോ പുറത്തു വന്നതിനെ തുടർന്ന് മുൻ കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചൂടൻ ചർച്ചയാണ്. കാലിഫോർണിയയിലെ സാന്താ ബാർബറയിലുള്ള ഗായികയുടെ സ്വകാര്യ നൗകയിൽ ട്രൂഡോ പെറിയെ ചുംബിക്കുന്ന ഷർട്ട് ധരിക്കാത്ത ചിത്രങ്ങൾ അടുത്തിടെ ഡെയിലി മെയിൽ പുറത്തുവിട്ടിരുന്നു. പോപ്പ് താരം തന്റെ ദീർഘകാല കാമുകൻ ഓർലാൻഡോ ബ്ലൂമിൽ നിന്നും വേർപിരിഞ്ഞതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ പുതിയ ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഇതോടെ ശക്തമായിരിക്കുന്നു. കുടിയേറ്റവും ജീവിതച്ചെലവ് പ്രതിസന്ധി മൂലമുണ്ടായ കാനഡയിലെ പ്രതിസന്ധിയിൽ ജനപ്രീതി ഗണ്യമായി കുറഞ്ഞപ്പോൾ ജനുവരിയിൽ കനഡിയൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോയുടെ വിവാദ രാഷ്ട്രീയ ജീവിതത്തിനെതിരെയായിരുന്നു മാധ്യമ വിമർശനങ്ങൾ. 2023 ദമ്പതികൾ വേർപിരിഞ്ഞപ്പോൾ സോഫി ഗ്രിഗോയർ ട്രൂഡോയുമായുള്ള അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട വിവാദത്തെക്കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. UK-യിൽ ഏറെ ചർച്ചാ വിഷയമായതാണ് ആൻഡ്രൂ രാജകുമാരനെ ചുറ്റിപ്പറ്റിയുള്ള ലൈംഗിക അപവാദ വിവാദങ്ങളും ആരോപണങ്ങളും. ആൻഡ്രൂ രാജകുമാരന്റെ ഇനി മുതൽ ശേഷിക്കുന്ന ഏക പദവി പ്രിൻസ് എന്നത് മാത്രമാകും. ഒരു രാജ്ഞിയുടെ മകനായി പിറന്നതുകൊണ്ട് അത് നീക്കം ചെയ്യാനാകില്ല എന്നത് തന്നെ കാരണം. ഡ്യൂക്ക് ഓഫ് യോർക്ക് പദവി ഉപേക്ഷിക്കാൻ ആൻഡ്രൂ രാജകുമാരൻ ചർച്ചകളിൽ ഒടുവിൽ സമ്മതിച്ചു. നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ വിക്ടോറിയൻ ഓർഡർ, റോയൽ നൈറ്റ് കമ്പനിയൻ ഓഫ് ദി മോസ്റ്റ് നോബിൾ ഓർഡർ ഓഫ് ദി ഗാർട്ടർ എന്നീ പദവികളും ഉപേക്ഷിക്കുമെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം വഴി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആൻഡ്രൂ രാജകുമാരൻ വ്യക്തമാക്കി. സഹോദരൻ ചാൾസ് രാജാവുമായി നടത്തിയ കൂടിയാലോചന ശേഷമാണ് ഈ തീരുമാനം. സാങ്കേതികമായി ആൻഡ്രൂ ഡ്യൂക്ഡം നിലനിർത്തും. പാർലമെന്റിന്റെ നിയമത്തിലൂടെ മാത്രമേ അത് നീക്കം ചെയ്യാനാകൂ. പക്ഷേ അത് ആൻഡ്രൂ രാജകുമാരൻ ഉപയോഗിക്കില്ല. ഫലത്തിൽ ആ പദവി നിലവിലുണ്ടെങ്കിലും ഹീസ് റോയൽ ഹൈനസ് പദവി പോലെ ഡ്യൂക്ഡമും നിഷ്ക്രിയമാകും. ആൻഡ്രൂവിന്റെ മുൻ ഭാര്യ സാറ യോർക്ക് ബ്രിഡ്ജസ് എന്ന തന്റെ പദവി ഇനി ഉപയോഗിക്കില്ല. ഇനി മുതൽ സാറ ഫെർഗൂസൺ എന്ന് മാത്രമേ അറിയപ്പെടും. അവരുടെ 2 പെൺമക്കളായ പ്രിൻസസ് ബിയാട്രിസ്, പ്രിൻസസ്
ജെനി എന്നിവയുടെ സ്ഥാനപ്പേരുകൾക്ക് മാറ്റമൊന്നും ഉണ്ടാകില്ല. ആൻഡ്രൂ രാജകുമാരന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: ചാൾസ് രാജാവുമായും തന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചയിൽ തന്നെക്കുറിച്ചുള്ള തുടർച്ചയായ ആരോപണങ്ങൾ രാജാവിന്റെ മഹത്വത്തെയും രാജ കുടുംബത്തിന്റെയും പ്രവർത്തനങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതായി കണ്ടു. ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. തന്റെ കുടുംബത്തോടും രാജ്യത്തോടുമുള്ള തന്റെ കടമയ്ക്ക് മുൻഗണന നൽകാൻ താൻ എപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. പൊതുജീവിതത്തിൽ നിന്നും പിന്മാറാനുള്ള 5 വർഷം മുമ്പുള്ള തന്റെ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായും ആൻഡ്രൂ രാജകുമാരൻ പ്രസ്താവനയിൽ പറഞ്ഞു. സ്നാപ്ചാറ്റ് ഉപയോഗിച്ച് വഞ്ചിച്ച് ചിത്രങ്ങൾ കൈപ്പറ്റി ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ 19-കാരന് കാർഡിഫ് കോടതിയിലെ കഠിന ശിക്ഷ. വെൽസിലെ ട്രിയോർക്കിൽ നിന്നുള്ള 19-കാരനായ കോറി ജോൺസന് 37 പെൺകുട്ടികളോട് ഓൺലൈനായി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ കാർഡിഫ് ക്രൗൺ കോടതി 8 വർഷം തടവിനാണ് ശിക്ഷ വിധിച്ചത്. 2022 മുതൽ 24 വരെയാണ് ഈ കുറ്റകൃത്യങ്ങൾ നടന്നത്. 10 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളാണ് ഈ പ്രതിയുടെ ഇരയായത്. ജോൺസ് 69 കുറ്റങ്ങളിൽ കുറ്റസമ്മതം നടത്തി. ഇതിൽ ബ്ലാക്ക്മെയിൽ, പ്രായപൂർത്തിയാകാത്തവരോടുള്ള ലൈംഗിക പ്രവർത്തനം, ആവശ്യപ്പെടൽ, അശ്ലീല ചിത്രങ്ങൾ പ്രേരിപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു. പോണോഗ്രാഫിക് അടിമയായ വ്യക്തിയാണ് കുറ്റവാളി എന്ന് ജഡ്ജി വിലയിരുത്തി കോറി ജോൺസനെ ലൈംഗിക കുറ്റവാളികളുടെ പട്ടികയിൽ ജീവിതകാലം മുഴുവൻ കോടതി ഉൾപ്പെടുത്തി. ജോൺസ് സ്നാപ്ചാറ്റ് വഴി വ്യാജനാമങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുമായി ബന്ധപ്പെടുകയും ആദ്യം വിശ്വാസം നേടിയ ശേഷം നഗ്ന ചിത്രങ്ങളും വീഡിയോകളും അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി കോടതി വിചാരണയ്ക്കിടെ തെളിയിച്ചു. ചിലർ നിരസിച്ചതിനെ തുടർന്ന് അയച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്തതായി കണ്ടെത്തി. പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും 172 അശ്ലീല ബാലചിത്രങ്ങളും വീഡിയോകളും പോലീസ് കണ്ടെടുത്തു. മാതാപിതാക്കളുടെ മേൽനോട്ടമില്ലാതെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ പ്രവേശനം ലഭിക്കുന്നതിന്റെ അപകടങ്ങളെ ഈ കേസ് വ്യക്തമാക്കുന്നെന്ന് കേസിന്റെ വിചാരണയ്ക്കിടെ ജഡ്ജി ജെറമി ജെൻകിൻസ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കും ചേഷ്ടകൾക്കും ഒട്ടും കുറവില്ലെന്നാണ് ഡൽഹിയിലെ മറ്റൊരു വാർത്ത വെളിപ്പെടുത്തുന്നത്. ഡൽഹി ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകൻ തന്നെ കാണാനെത്തിയ സ്ത്രീയെ ബലമായി പിടിച്ചു വലിച്ച് ചുംബിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായി. വെർച്വൽ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം. ക്യാമറ ഓൺ ആയതറിയാതെ അഭിഭാഷകൻ കാണിച്ച അവിവേകത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഒരു കേസിന്റെ വാദം കേൾക്കൽ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് തന്റെ അടുക്കലെത്തിയ സ്ത്രീയെ അഭിഭാഷകൻ പിടിച്ചു വലിച്ച് ചുംബിച്ചത്. കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനായിരുന്നു സംഭവം. ഈ സമയത്ത് അഭിഭാഷകരും കേസിലെ കക്ഷികളും ജഡ്ജിയെ കാത്തിരിക്കുകയായിരുന്നു. സ്ത്രീ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഭിഭാഷകൻ പിടിച്ചു വലിച്ച് ചുംബിക്കുന്നത് കോടതി മുറിയാകെ സാക്ഷിയാകുകയും ചെയ്തു. ഇംഗ്ലണ്ടിന് ആദ്യ T20 ലോകകപ്പ് നേടിക്കൊടുത്ത ക്രിക്കറ്റ് താരവും അസിസ്റ്റന്റ് കോച്ചുമായിരുന്ന പോൾ കോളിംഗ്വുഡ് ഒളിവിൽ പോയത് റിപ്പോർട്ട്. വഴിവിട്ട സ്വകാര്യ ജീവിതം പുറത്തു വന്നതിന് പിന്നാലെ കോടികളുടെ നികുതി വെട്ടിപ്പ് കൂടി നേരിടേണ്ടി വന്നതോടെ കോളിവുഡ് മുങ്ങിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ. കഴിഞ്ഞ ഡിസംബറിൽ ന്യൂസിലൻഡിനെതിരെ 3ാം ടെസ്റ്റിനിടെയാണ് കോളിവുഡ് അവസാനമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ആഷസിന് കോളിംഗ്വുഡ് ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. വ്യക്തിപരമായ കാര്യങ്ങളിൽ അവധിയെടുക്കുന്നുവെന്ന് മാത്രമാണ് കോളിംഗ്വുഡ് അറിയിച്ചിട്ടുള്ളത്. 2023 ഏപ്രിലാണ് കോളിംഗ്വുഡിന്റെ ലീക്ഡ് ഓഡിയോയുടെ കാര്യം മുൻ താരവും ടീംമേറ്റുമായിരുന്ന ഗ്രേം സ്വാൻ തുറന്നു പറഞ്ഞത്. അശ്ലീലം കലർന്ന ഓഡിയോ ക്ലിപ്പ് ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ സജീവ ചർച്ചയായിരുന്നു. ഒന്നിലേറെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതിന്റെ വിവരണമായിരുന്നു ഓഡിയോയിലുണ്ടായിരുന്നത്. ഇതാണ് വിവാഹത്തിന് ഏറെ വഴിതെളിച്ചത്. ബ്രിട്ടനിൽ HIV വൈറസിനെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ കുത്തിവയ്പ്പിന് അംഗീകാരം. കബോഡഗ്രാവിർ എന്ന മരുന്ന് 2 മാസത്തിലൊരിക്കൽ എന്ന പ്രകാരം വർഷത്തിൽ 6 പ്രാവശ്യം നൽകാനാണ് അംഗീകാരം. 2030 പുതിയ HIV കേസുകൾ ബ്രിട്ടനിൽ അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യത്തിന് ഈ കുത്തിവയ്പ് വലിയ ഊർജം പകരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ജീവൻ രക്ഷിക്കുന്ന നവീന ചികിത്സാ മാർഗം നടപ്പിലാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് പറഞ്ഞു. ദിനം പ്രതി ഗുളികകൾ കഴിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് കുത്തിവയ്പ് അനുഗ്രഹമാണെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രഥമഘട്ടത്തിൽ NHS നിയന്ത്രിക്കുന്ന ലൈംഗിക ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ കുത്തിവയ്പ് ലഭ്യമാക്കാനാണ് തീരുമാനം. രോഗനിർണയത്തിനും ചികിത്സയ്ക്ക് നീണ്ട കാത്തിരിപ്പുകൾ നേടുന്നവർക്ക് വേഗത്തിലുള്ള ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് NHS ട്രസ്റ്റ് പ്രതിനിധികൾ അറിയിച്ചു. NHSന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 1000-ഓളം പേർക്ക് ഈ കുത്തിവയ്പ് ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കാനാണ് പദ്ധതി. ഓരോരുത്തർക്കും വർഷം തോറും ഏകദേശം 7000 പൗണ്ട് ചെലവാകുന്ന ചികിത്സയ്ക്ക് കമ്പനിയിൽ നിന്നും പ്രത്യേക ഇളവാണ് NHS നേടിയെടുത്തത്. ശൈത്യകാലത്തിന് മുന്നോടിയായി UK-യിൽ ഫ്ലൂ, കോവിഡ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഇൻഫ്ലുവൻസ എ, സ്റ്റാറ്റസ് നിംബസ് അടക്കം വൈറസുകൾ അതിവേഗം വ്യാപിക്കുകയാണ് റിപ്പോർട്ട്. റെസ്പിറേറ്ററി സിൻസേഷ്യൽ വൈറസ് ആണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു വൈറസ്. ബ്രിട്ടീഷ് ജനതയുടെ ആരോഗ്യത്തിന് ഭീഷണിയാക്കുന്ന ഈ മുന്നറിയിപ്പ് ആശുപത്രി രേഖകൾ അടിസ്ഥാനമാക്കി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയാണ് പുറത്തിറക്കിയത്. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 18 വരെയുള്ള 1 മാസക്കാലത്തിനിടെ ഇംഗ്ലണ്ടിൽ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശനം തേടുന്നവരുടെ എണ്ണത്തിൽ 60% വർധനവുണ്ടായി.
ഫ്ലൂവിന്റെ ഏറ്റവും അപകടകാരിയായ വകഭേദമായ ഇൻഫ്ലുവൻസ എ അതിന്റെ സാന്നിധ്യം UK അറിയിച്ചു കഴിഞ്ഞു. ഈ വർഷം ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസുകൾ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഈ വർഷത്തെ കോവിഡ് വകഭേദമായ സ്ട്രാറ്റസിൻ നിംബസും ഒരു പുതിയ ലക്ഷണം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. തൊണ്ടയ്ക്കുള്ളിൽ കടുത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നത്, അതിനൊപ്പം സാധാരണ ലക്ഷണങ്ങളായ തലവേദന, തുടർച്ചയായ ചുമ, മൂക്കലിപ്പ്, പനി എന്നിവയും ഉണ്ടാകും. ഇലിനോയ്സിലേക്ക് നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാൻ അനുവദിക്കണമെന്ന് ട്രംപ് ഭരണകൂടം വെള്ളിയാഴ്ച US സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചു. ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള നഗരങ്ങളിൽ സൈന്യത്തിന്റെ ആഭ്യന്തര വിന്യാസം വിപുലീകരിക്കാൻ ട്രംപിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. നിയമപരമായ തീരുമാനമുണ്ടാകുന്നതിന് വിന്യാസം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് വ്യാഴാഴ്ച ഫെഡറൽ കോടതി വിധി പുറപ്പെടുവിച്ചു. ചിക്കാഗോ പ്രദേശത്തേക്ക് നൂറുകണക്കിന് നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കുന്നത് നിർത്തിവെച്ച കീഴ്ക്കോടതി വിധി റദ്ദാക്കണമെന്ന് നീതിന്യായ വകുപ്പ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. ലിംഗപരമോ മതപരമോ ആയ കാരണങ്ങളാൽ പൊതുസ്ഥലത്ത് മുഖം മൂടുന്നത് നിരോധിക്കുന്ന ബിൽ പോർച്ചുഗൽ പാർലമെന്റ് അംഗീകരിച്ചു. പൊതുസ്ഥലത്ത് മുഖം മൂടൽ ധരിക്കുന്നവർക്ക് 200 മുതൽ 4000 യൂറോ വരെ പിഴ ചുമത്താൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. മുഖം മൂടുന്ന മുസ്ലിം സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമായി ഇത് ഏറെ വിമർശനങ്ങൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. തീവ്ര വലതുപക്ഷ ചെഗ പാർട്ടിയാണ് ഈ നടപടി നിർദ്ദേശിച്ചത്. കൂടാതെ മിക്ക പൊതുസ്ഥലങ്ങളും ബുർഖ, നിഖാബ് തുടങ്ങിയ കവചങ്ങൾ ധരിക്കുന്നത് നിരോധിക്കും. വിമാനങ്ങളിലും നയതന്ത്ര പരിസരങ്ങളിലും ആരാധനാലയങ്ങളിലും മുഖം മൂടൽ ഇപ്പോഴും അനുവദനീയമാണ്. പ്രസിഡന്റ് മാർസലോ റബലോ ഡിസൂസ ബിൽ അംഗീകരിച്ചാൽ അത് നിയമമാകും. അദ്ദേഹത്തിന് ബിൽ വീറ്റോ ചെയ്യാനോ ഭരണഘടനാ കോടതിയിലേക്ക് പരിഗണനയ്ക്ക് അയക്കാനോ സാധിക്കും. മഡഗാസ്കറിൽ നടത്തിയ അട്ടിമറിയിൽ പുതിയ സൈനിക ഭരണകൂടം നിലവിൽ വന്നു. പ്രസിഡന്റ് ആൻഡ്രി രജോലിനെ പുറത്താക്കിയ അട്ടിമറിക്ക് ശേഷം ആഫ്രിക്കൻ യൂണിയനിൽ നിന്നും മഡഗാസ്കറിനെ പുറത്താക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങൾ രൂക്ഷമായതോടെ രാജ്യം വിട്ട രജോലിനിയെ ഇംപീച്ച് ചെയ്യാൻ പാർലമെന്റ് വോട്ട് ചെയ്തതിനു ശേഷമാണ് എലിറ്റ് കാപ്സാറ്റ് ആർമി യൂണിറ്റ് ചൊവ്വാഴ്ച രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്തത്. സുപ്രീം കോടതി പ്രസിഡന്റായി സ്ഥിരീകരിച്ച കാപ്സാറ്റ് കമാൻഡർ കേണൽ മൈക്കൽ റാൻഡ്രിയ നിരീന പ്രസിഡന്റായി ചുമതലയെടുത്തു. സിവിലിയൻ നേതൃത്വത്തിലേക്കുള്ള മാറ്റം 2 വർഷത്തിനുള്ളിൽ സാധ്യമാക്കുമെന്നും അതിൽ പ്രധാന സ്ഥാപനങ്ങളിലെ പുനഃസംഘടനയും ഉൾപ്പെടുമെന്നും കേണൽ മൈക്കൽ ഉറപ്പു നൽകി. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ അന്തരിച്ച പ്രതിപക്ഷ നേതാവ് റെയ്ല ഒഡിംഗയുടെ പൊതുദർശനത്തിനിടെ നടന്ന സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. മൃതദേഹം ദർശനത്തിന് വെച്ച സ്റ്റേഡിയത്തിൽ വൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന വെടിവയ്പും കണ്ണീർ വാതക പ്രയോഗവും നടത്തിയപ്പോഴാണ് ദുരന്തമുണ്ടായത്. കേരളത്തിൽ ചികിത്സയിലെത്തിയപ്പോഴാണ് പ്രഭാത സവാരിക്കിടെ ഒഡിംഗ ബുധനാഴ്ച അന്തരിച്ചത്. പതിറ്റാണ്ടുകളായി കെനിയൻ രാഷ്ട്രീയത്തിലെ പ്രധാന വ്യക്തിയും ഒരു കാലത്ത് രാഷ്ട്രീയ തടവുകാരനുമായിരുന്നു ഒഡിംഗ. പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് അനുയായികൾ തെരുവിലിറങ്ങിയിരുന്ന് നെയ്റോബിയിലെ പ്രധാന സ്റ്റേഡിയത്തിലെ ഗേറ്റ് തകർത്തൊരു വലിയ ജനക്കൂട്ടം അതിക്രമിച്ച് കയറിയപ്പോൾ വിലാപയാത്രക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ആദ്യം കണ്ണീർ വാതകം പ്രയോഗിക്കുകയും പിന്നീട് ആകാശത്തേക്ക് വെടിയുതിർക്കുകയുമായിരുന്നു. നേപ്പാളിലെ ജെൻസി മോഡലിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ പെറുവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് അധികാരമേറ്റ പ്രസിഡന്റ് ജോസ് ജെറിക്കെതിരായ വ്യാപകമായ പ്രതിഷേധങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അഴിമതിക്കും വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഉള്ള പ്രകടനങ്ങളുടെ ഏറ്റവും ഒടുവിലായാണ് ഗതാഗത തൊഴിലാളികൾ, സിവിൽ ഗ്രൂപ്പുകൾ എന്നിവർ ഉൾപ്പെടുന്ന ജനറലിസഡ് ഗ്രൂപ്പ് പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തത്. പ്രക്ഷോഭങ്ങൾ ശക്തമായതോടെ കഴിഞ്ഞ വ്യാഴാഴ്ച മുൻ പ്രസിഡന്റ് ദിനെ ബൊലുവാർട്ടെ സ്ഥാനമൊഴിഞ്ഞിരുന്നു. ലിമയിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥ പരിഹരിക്കാൻ നടപടിയുടെ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി ഏണസ്റ്റ് അൽവാരിസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. വായ്പാ തട്ടിപ്പ് നടത്തി ഇന്ത്യ വിട്ട ഡയമണ്ട് വ്യാപാരി മെഹുൽ ചോംസ്കിയെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ അനുമതി നൽകി ബെൽജിയം കോടതി. ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം മെഹുൽ ചോംസ്കിയെ അറസ്റ്റ് ചെയ്ത ബെൽജിയം പോലീസ് നടപടി സാധുവാണെന്നും ആന്റിവർ കോടതി വിലയിരുത്തി. അതേസമയം തന്നെ നാടുകടത്താനുള്ള ഉത്തരവിനെതിരെ അപ്പീലിന് പോകാൻ മെഹുൽ ചോംസ്കിക്ക് 15 ദിവസത്തെ സാവകാശവും നൽകി. ഏപ്രിൽ 11 അറസ്റ്റിലായ മെഹുൽ ചോംസ്കി ബെൽജിയത്തിൽ ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹം സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ നിരവധി തവണ കോടതികൾ തള്ളിയിരുന്നു. 2018-നും 2022-നും ഇടയിലായി മെഹുൽ ചോംസ്കി 13,000 കോടിയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതായി ഇന്ത്യ ബെൽജിയം കോടതി അറിയിച്ചിട്ടുണ്ട്. നാടുവിട്ട മെഹുൽ ചോംസ്കി ഇതിനിടെ ബെൽജിയം പൗരത്വം ഉപേക്ഷിക്കുകയും ആന്റിഗ്വയുടെ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു. നാടുകടത്തലിനെ എതിർക്കാൻ താൻ ഇന്ത്യൻ പൗരനല്ലെന്ന വാദമാണ് മെഹുൽ ചോംസ്കി ഉയർത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കാജനകമായ ചർച്ചകൾ വീണ്ടും സജീവം. 79 വയസ്സുള്ള പ്രസിഡന്റ് ഇപ്പോഴും ഗുരുതരമായ ചലനശേഷി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും അദ്ദേഹം ഇരട്ട ഇടുപ്പലുകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ഉടൻ വിധേയനാകുമെന്നാണ് സൂചന. ട്രംപിന്റെ ശാരീരിക ക്ഷമതയിൽ ആശങ്കാജനകമായ ലക്ഷണങ്ങൾ കാണുന്നതായി റഡാർ എന്ന ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്തു. മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് മാസങ്ങൾക്ക് മുമ്പാണ് തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു കിംവദന്തി സിദ്ധാന്തം പങ്കുവച്ച് കൈകൊട്ടി ചിരിച്ചത്. അല്പനേരത്തേക്കെങ്കിലും അമേരിക്കക്കാർ പരിഭ്രാന്തിയിലായി.
പിന്നീടാണ് മനസ്സിലായത് അത് ട്രംപിന്റെ ഒരു തമാശ നാടകമായിരുന്നു, ഒരു വരട്ട് സിദ്ധാന്തമായിരുന്നു. ഇപ്പോഴോ ഇടുപ്പല്ല് തകർന്നത്ര. രണ്ടിടുപ്പല്ലും മാറ്റിവെക്കണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ആരുടെ? ഡൊണാൾഡ് ട്രംപിന്റെ. എന്നിട്ട് മഹാന്തയ്ക്ക് ഒരു കുറവുമില്ല. ട്രംപിന്റെ നാവിന്റെ ഫ്ലെക്സിബിലിറ്റിക്കും കട്ടിക്കുമെന്ന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് ആ സംസാരം കേട്ടാൽ അറിയാം. ഇടുപ്പ് കൊണ്ടല്ലല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകകാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത്. കേൾക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ US പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. 79 വയസ്സുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ഗുരുതരമായ ചലനശേഷി പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്ന അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ. വൈറ്റ് ഹൗസ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അദ്ദേഹം ഇരട്ട ഇടുപ്പലുകൾ മാറ്റിവെക്കുന്ന സർജറിക്ക് ഉടൻ തന്നെ വിധേയനാകേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മാധ്യമ റിപ്പോർട്ട് അങ്ങനെയാണ്. ട്രംപിന് മുട്ടുകാൽ തട്ടൽ, നോക്ക് നീ എന്ന അവസ്ഥ ഉള്ളതായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ രണ്ടിടുപ്പലിലും ഒരേ സമയം ഇതിന് സർജറി വേണ്ടിവരും. ട്രംപിന്റെ ശാരീരികമായ ക്ഷമതയിൽ ഇപ്പോൾ ആശങ്കാജനകമായ ചില ലക്ഷണങ്ങൾ കണ്ടുവരുന്നതായി ചില സ്രോതസ്സുകൾ ഉദ്ധരിച്ച് റഡാർ എന്ന ഓൺലൈനാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർക്കാണ് ഇപ്പോൾ അതിനുള്ള ധൈര്യം വന്നിരിക്കുന്നത്. എന്തായാലും തന്റെ മാറയിലാഗോ റിസോർട്ടിലെ ഗോൾഫ് കാർട്ടിൽ നിന്നും പുറത്തിറക്കുമ്പോൾ ട്രംപ് ഏന്തി വലിഞ്ഞും ഉന്തി മുന്തിയുമൊക്കെ നടക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് പക്ഷേ മാധ്യമങ്ങളെ കണ്ടിട്ട് അവിടെ മുന്നിൽ ഷൈൻ ചെയ്യാനുള്ള ട്രംപിന്റെ ചില പൊടിക്കൈ എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അതല്ല, ട്രംപിന്റെ നോക്നി സിദ്ധാന്തമാണ് തന്റെ ഇടുപ്പലിനെ ബാധിച്ചത്, തന്റെ കാലുകളെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. വൈറ്റ് ഹൗസിലെ ട്രംപിന്റെ കിങ്കരന്മാരും ഇത് കേട്ട് ആശങ്കാകുലരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ട്രംപിന്റെ ആരോഗ്യാവസ്ഥ ഔദ്യോഗികമായി വൈറ്റ് ഹൗസ് പുറത്തുവിട്ടാൽ 1000 ആരോഗ്യ സൗഖ്യങ്ങൾ നേരാൻ എക്സിൽ ഒരു സന്ദേശം തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. ആർക്കാണ് എപ്പോൾ എന്താണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ട്രംപിന്റെ രണ്ടാമത്തെ പതിവ് വാർഷിക പരിശോധനയിൽ അമേരിക്കയിൽ നിർബന്ധമാണ്. അദ്ദേഹത്തിന് അസാധാരണമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ വർഷം ആദ്യം കാലുകളിൽ നേരിയ വീക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ട്രംപിന്റെ നാഡികളിൽ രക്ത ഓട്ടത്തിന്റെ കുറവും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പൊതുവായ പരിശോധനയിൽ ട്രംപിന് മികച്ച ആരോഗ്യമാണ്, ഒരു ജിമ്മിൽ പോകുന്ന വ്യക്തിയുടെ ആരോഗ്യമാണെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസ് ഫിസിഷ്യൻ ക്യാപ്റ്റൻ ഷോൺ ബാർബബെല്ല പറയുന്നത്. എന്തായാലും സന്ധിവാതം, ഇടുപ്പ് വേദന, ചലിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കുറിച്ച് പ്രസിഡന്റ് ഏറ്റവും അടുപ്പമുള്ളവരിൽ ആശങ്ക കടുക്കുകയാണ്. പരസ്യമായി പറയുന്നതിലും കൂടുതൽ വേദന ട്രംപ് സഹിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത് കടിച്ചമർത്തിയാണ് ഇസ്രായേൽ പാർലമെന്റിൽ പോയത്. ഈജിപ്തിൽ ചെന്ന് അവിടുത്തെ ഹമാസ് ഇസ്രായേൽ സമാധാന കരാർ ഒപ്പിട്ടത്. ഇതൊക്കെ ട്രംപ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാളായി അദ്ദേഹത്തിന്റെ ഇടുപ്പുകളും കാൽമുട്ടുകളും നല്ല രീതിയിൽ അസ്വസ്ഥനാക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. രണ്ടിടുപ്പലുകളിലും ഈ സർജറി വേണ്ടിവരും. എങ്കിൽ മാത്രമേ ചലനശേഷി വീണ്ടെടുക്കാനാകൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഒരുപക്ഷെ പൊതുസ്ഥലത്ത് ദുർബലനെ കാണപ്പെടുന്നത് ട്രംപിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇക്കാര്യം പുറത്തു പറയാൻ ഒട്ടും ആഗ്രഹിക്കാത്തതും. പക്ഷേ തന്റെ മുൻഗാമി ജോ ബൈഡൻ, തന്റെ എതിരാളികൾ ഇവരൊക്കെ തട്ടിപ്പോയെന്നോ, ഇവർക്കൊക്കെ ക്യാൻസർ ആണെന്നോ, ഇവരൊക്കെ തീരാ വ്യാധി ബാധിച്ച് കിടക്കുകയാണെന്നോ ഒക്കെ തട്ടിവിടാൻ ട്രംപിന് ഒരു മടിയുമില്ല. ഇടുപ്പിന് ഏറെ ആയാസമുണ്ടാക്കും ഈ നോക്നി. പ്രായത്തിലും ഉയരത്തിലും ഇത്തരം ചില നീക്കങ്ങൾ വേഗത്തിലുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനി. അതുകൊണ്ട് തന്നെ ട്രംപിന് ചലനശേഷി കുറവായിക്കൊണ്ടേയിരിക്കും. നാഡികളെ ഇത് ബാധിക്കും. എന്തായാലും ഇടുപ്പിൽ രണ്ടും മാറ്റിവെക്കുക അല്ലാതെ ഒരു ഇടുപ്പിൽ മാറ്റിവെച്ചിട്ട് കാര്യമില്ല. രണ്ടിടുപ്പിന്റെ എല്ലും മാറ്റിവെക്കാതെ ഇതിന് മറ്റ് പരിഹാരമില്ലെന്നാണ് ഇപ്പോൾ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ വൈറ്റ് ഹൗസും ആശങ്കാകുലരാണ് ട്രംപ്. ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡറായി കാസർഗോഡ് സ്വദേശി നഗ്മ മാലിക് നിയോഗിതയായി. നിലവിൽ പോളണ്ടിലെ അംബാസഡറായിരുന്നു. 1991 ബാച്ച് IFS ഉദ്യോഗസ്ഥയായ നഗ്മ മുഹമ്മദ് മാലിക് നേരത്തെ ടുണീഷ്യ, ബ്രൂണൈ തുടങ്ങിയ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാലാ സ്വദേശി CB ജോർജ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറിയെ നിയോഗിതനായി തുടർന്ന് നഗ്മ മാലിക്കിനെ ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡർ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. കാസർഗോഡ് ഫോർട്ട് റോഡിലെ മുഹമ്മദ് ഹബീബുള്ള സുലുബനു ദമ്പതികളുടെ മകളാണ്. മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തിന് സമീപം ബോട്ട് മറിഞ്ഞ് 3 ഇന്ത്യക്കാർ മരിച്ചു. മലയാളികളടക്കം 5 പേരെ കാണാതായി. കൊച്ചി പിറവം സ്വദേശിയായ ഇന്ദ്രജിത്താണ് കാണാതായ മലയാളി. ഒരാഴ്ച മുമ്പായിരുന്നു ഇന്ദ്രജിത്ത് ആഫ്രിക്കയിലേക്ക് പോയത്. കൂടുതൽ വിവരങ്ങൾക്കായി മൊസാംബിക്കിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ആശയവിനിമയം നടത്തുകയാണെന്ന് കുടുംബം വ്യക്തമാക്കി. 21 പേരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 14 പേർ സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. കാണാതായവർക്കുള്ള തിരിച്ചിൽ തുടരുകയാണെന്ന് മൊസാംബിക് ഹൈക്കമ്മീഷൻ അറിയിച്ചു.
MT സീക്കോസ് എന്ന കപ്പലിലേക്ക് ഇന്ത്യൻ ജീവനക്കാരെ വഹിച്ചു കൊണ്ടുപോകുന്ന ലോഞ്ച് ബോട്ട് മുങ്ങിയാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങൾക്കായി കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യൻ ഹൈക്കമ്മീഷനെ ബന്ധപ്പെടാമെന്നും സൂചന നൽകിയിട്ടുണ്ട്. IOC UK ഇന്ത്യൻ മാതൃകയിലുള്ള ഗാന്ധി ജയന്തി തെരുവ് ശുചീകരണത്തിന് UK അംഗീകാരവും ഒപ്പം അഭിനന്ദനവും. തെരുവ് ശുചീകരണത്തിൽ ബോൾട്ടൺ കൗൺസിലാണ് അഭിനന്ദിച്ചത്. ഇന്ത്യയുടെ മാതൃകയിൽ തെരുവ് ശുചീകരണത്തിന് ഗാന്ധി ജയന്തി ദിനത്തിൽ ബോൾട്ടൺ ചിൽഡ്രൻസ് പാർക്കിലെത്തിയ IOC UK കേരള ചാപ്റ്റർ മിഡ്ലാൻഡ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തെരുവ് ശുചീകരണത്തിൽ പങ്കാളികളായ 22 വോളണ്ടിയർമാർക്കാണ് ബോൾട്ടൺ കൗൺസിലിന്റെ അഭിനന്ദനം. ബോൾട്ടണിലെ തെരുവ് ശുചീകരണവുമായി ബന്ധപ്പെട്ട കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലവ് ബോൾട്ടൺ ഹെഡ് ലിറ്റർ സംവിധാനത്തിന് മേൽനോട്ടവും ചുമതലയും വഹിക്കുന്ന വോളണ്ടിയർ കോർഡിനേറ്റർ ശരത് പൈക്കാണ് സേവാ ദിനത്തിന്റെ ഭാഗമായ IOC വോളണ്ടിയർമാരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചത്. IOCയുടെ വനിതാ യുവജന പ്രവർത്തകരടക്കം 22 സേവാ വോളണ്ടിയർമാരാണ് അന്നത്തെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നത്. ഒക്ടോബർ 2 സംഘടിപ്പിച്ച തെരുവ് ശുചീകരണം UK തദ്ദേശീയരുടെയും മാധ്യമങ്ങളുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ജീവിക്കുന്ന ചുറ്റുപാടുകൾ ശുചിയായി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ ഒരു ഇന്ത്യൻ സംഘടന കാണിച്ച മാതൃകാപരമായ പ്രവൃത്തിയാണ് IOC UK കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ തെരുവ് ശുചീകരണമെന്ന് തദ്ദേശീയർ വ്യക്തമാക്കി. ബോൾട്ടൺ സൗത്ത് ആൻഡ് വാക്ഡൻ MP യാസ്മിൻ ഖുറേഷിയാണ് സേവന ദിനത്തിന്റെയും അതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സർവോദയ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെയും ഉദ്ഘാടനം അന്ന് നിർവഹിച്ചത്. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടായ Xൽ സേവന ദിനത്തിന്റെ ഫോട്ടോയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. വോളണ്ടിയർമാരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും MP നിർവഹിച്ചു. UK മലയാളി സമൂഹത്തിന്റെ പ്രമുഖ കലാകായിക സാംസ്കാരിക സംഘടനയായ സമീക്ഷ UK സംഘടിപ്പിക്കുന്ന 3ാമത് ആൾ UK ഡബിൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2025 ലോഗോ കേരള സംസ്ഥാന കായിക മന്ത്രി അബ്ദുറഹ്മാൻ പ്രകാശനം ചെയ്തു. മലപ്പുറത്ത് സംഘടിപ്പിച്ച ലോഗോ പ്രകാശന ചടങ്ങിൽ ടൂർണമെന്റിനായി സംഘാടക സമിതി പ്രതിനിധികൾ ഓൺലൈനായാണ് പങ്കെടുത്തത്. സമീക്ഷ UKയുടെ പ്രവർത്തനങ്ങൾ UK മലയാളി സമൂഹത്തിന്റെ ഐക്യത്തിനും യുവജനങ്ങളുടെ കലാകായിക പ്രതിഭാ വികസനത്തിനും വലിയ പ്രചോദനമാണെന്ന് കായിക മന്ത്രി അഭിപ്രായപ്പെട്ടു. സമീക്ഷ UK 2025 ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ നവംബർ 9 ഷെഫീൽഡ് കോളേജ് റോഡിലെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നടക്കുന്ന മത്സരങ്ങൾ ഏറെ ശ്രദ്ധേയമാകും. UK വിവിധ റീജിയനിൽ നിന്നുള്ള 32ലധികം ടീമുകൾ പങ്കെടുക്കും. UK മലയാളി സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതിലും കായിക രംഗത്തേക്ക് പുതുതലമുറയെ ആകർഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും ഈ ടൂർണമെന്റ് വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.15 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.95 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.56 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനഡിയൻ ഡോളർ 62.76 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബുക്ക് യുവർ ഇൻഡിഗോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈസിലി ആൻഡ് സേഫ്ലി വിത്ത് ആനന്ദ് ട്രാവൽ. കാൾ UK നമ്പർ 020-8548-4897. ഇന്ത്യൻ സെൽ നമ്പർ 918921120509 or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ന്യൂസ്. മുസ്ലിം വിധവയ്ക്ക് ഭർത്താവിന്റെ 4/1 സ്വത്തിന് അർഹതയുള്ളത് നിർണായക വിധി പുറപ്പെടുവിച്ചു സുപ്രീം കോടതി. ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഈ വിധി. ഭർത്താവിന്റെ സ്വത്തിൽ 3/4 വേണമെന്ന ആവശ്യം തള്ളിയ ഒരു മുംബൈ ഹൈക്കോടതി വിധിയെ ശരിവച്ചാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. മഹാരാഷ്ട്രയിലെ ചാന്ദ് ഖാന്റെ വിധവയായ സൊർബി എന്ന സ്ത്രീ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. അതേസമയം ചാന്ദ് ഖാൻ ജീവിച്ചിരിക്കെ സ്വത്തിൽ 1 ഭാഗം വിൽക്കാൻ കരാറുണ്ടായിരുന്നത് കൊണ്ട് ചാന്ദ് ഖാന്റെ വിധവയായ സൊർബിക്ക് സ്വത്തിൽ അവകാശമില്ലെന്ന വാദം സുപ്രീം കോടതി തള്ളി. വിൽക്കാൻ കരാറുണ്ടാക്കി എന്നതിനാൽ ആ സ്വത്തിൽ അവകാശം ഇല്ലാതാകില്ലെന്നും സുപ്രീം കോടതി വിലയിരുത്തി. വെട്രിക്കഴകൻ നേതാവും നടനുമായ വിജയെ RSS ഗണവേഷം അണിയിച്ചുള്ള ചിത്രം പുറത്തിറക്കി DMK. RSS വേഷത്തിൽ വിജയ് നിൽക്കുന്ന പ്രതീകാത്മക ചിത്രമാണ് DMK പുറത്തിറക്കിയത്. TVK പതാകയുടെ നിറമുള്ള ഷോൾ കഴുത്തിലണിഞ്ഞു നിൽക്കുന്ന വിജയുടെ ഗ്രാഫിക്സ് ചിത്രമാണ് DMK തയ്യാറാക്കിയത്. ചിത്രത്തിൽ വിജയുടെ ദേഹത്തും കയ്യിലും ചോരയും കാണാം. DMK IT വിഭാഗമാണ് ഈ ചിത്രം പങ്കുവച്ചത്. വിജയ് കരൂരിൽ സന്ദർശനം നടത്താത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഈ പോസ്റ്റ്. തിരക്കഥ തയ്യാറാക്കാത്തത് കൊണ്ടാണ് കരൂരിൽ പോകാത്തതെന്നും DMK പോസ്റ്റിനൊപ്പം പങ്കുവച്ച ക്യാപ്ഷനിൽ ചോദിക്കുന്നു. വിജയ് മരിച്ചവരുടെ കുടുംബത്തെ അപമാനിക്കുകയാണെന്നും DMK IT വിഭാഗം Xൽ ആരോപിച്ചു. നെന്മാറ പോത്തുണ്ടിയിലെ ഏറെ വിവാദമായ സജിത കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം. 3 വകുപ്പുകളിലാണ് ശിക്ഷ. ഇരട്ട ജീവപര്യന്തം ശിക്ഷയ്ക്ക് പുറമെ 4 ലക്ഷം രൂപ പ്രതി പിഴയും അടയ്ക്കണം. എല്ലാ ശിക്ഷകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട്സ് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി
ജസ്റ്റിസ് കെന്നത്ത് ജോർജ് വിധിച്ചു. കൊലപാതകത്തിനും അതിക്രമിച്ച് കയറിയതിനുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കാണാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ചെന്താമരയ്ക്ക് മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും കോടതി പരാമർശിച്ചു. 2019 ഓഗസ്റ്റ് 31 അയൽവാസിയായ നെന്മറ പോത്തണ്ടി ബോയൻ കോളനിയിൽ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പ്രതി ഇക്കഴിഞ്ഞ ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി വീണ്ടും അറസ്റ്റ് വരികയും ചെയ്തു. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ആദ്യം താൻ അഭിപ്രായം പറയാതിരുന്നത് ചില ഛിദ്രശക്തികൾ വിഷയത്തിൽ ഇടപെടുന്നതിനെ മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. പക്ഷേ അത് വന്ന് പതിച്ചതൊരു വിദ്യാർത്ഥിയുടെ പഠനം മുടങ്ങുന്നതിലാണെന്നും ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ വിജയിക്കാൻ പാടില്ലാത്തതാണെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മന്ത്രി ശിവൻകുട്ടി വ്യക്തിപരമായി നടത്തിയത് നല്ലൊരു പ്രസ്താവനയാണെന്നും അതുകൊണ്ട് കാര്യമില്ല, വിദ്യാർത്ഥിയുടെ പഠനം മുടങ്ങി, ഓപ്പറേഷൻ സക്സസ്, പക്ഷേ രോഗി മരിച്ചു എന്നതാണ് അവസ്ഥയെന്നും ശിവൻകുട്ടിയെ കളിയാക്കിക്കൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ശിരോവസ്ത്രത്തിന്റെ പേരിൽ വിദ്യാഭ്യാസം മുടങ്ങിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കേരളത്തിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഒരു മുഴം തുണി എങ്ങനെ നിയമവിരുദ്ധമാകുമെന്നും അദ്ദേഹം ചോദിച്ചു. കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം പോലെ തന്നെയാണ് പെൺകുട്ടിയുടെ ഹിജാബ് എന്നും ഇത്തരം വിവാദങ്ങൾ അങ്ങേറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ വനിതാ സംരംഭകർക്ക് വേണ്ടി ഒരു വനിതാ വ്യവസായ പാർക്ക് ഒരുങ്ങുന്നു. ഈ പദ്ധതിയിലൂടെ സ്ത്രീ സംരംഭകരെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വനിതാ സംരംഭകർക്ക് മാത്രമായി വ്യവസായ പാർക്ക് സ്ഥാപിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവും വ്യക്തമാക്കി. കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ വനിതാ സംരംഭകർക്ക് വേണ്ടി മാത്രമായൊരു വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാകുന്നു. ഈ പദ്ധതിയിലൂടെ സ്ത്രീ സംരംഭകരെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വനിതാ സംരംഭകർക്ക് മാത്രമായി വ്യവസായ പാർക്ക് സ്ഥാപിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. ഈ നീക്കത്തിലൂടെ സ്ത്രീ സംരംഭകരെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിൽ വനിതാ സംരംഭകർ മുന്നോട്ട് വരുന്നുണ്ട്. സംരംഭക വർഷത്തിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത സംരംഭകരിൽ 31% സ്ത്രീകളാണ്. സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ സുപ്രധാനമായ ചട്ടങ്ങളിലും ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തുകളിലെ വീടുകളുടെ 50% വരെ സംരംഭം തുടങ്ങാനുള്ള സൗകര്യം ഇതിലൂടെ ലഭിക്കും. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിൽ 100% സംരംഭം തുടങ്ങാൻ കഴിയും. സംരംഭകർക്ക് വേണ്ട നൈപുണ്യ വികസനവും സർക്കാർ ഉറപ്പാക്കും. കൂടാതെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിദേശ എക്സിബിഷനുകളിൽ പങ്കെടുപ്പിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായവും വ്യവസായ വകുപ്പ് നൽകുന്നുണ്ട്. ഓൺലൈൻ വിപണി സജീവമാക്കാൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. സ്റ്റോറുകൾ വഴി വനിതകളടക്കമുള്ള സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കരാറിൽ പൊതുവിതരണ വകുപ്പുമായി ഒപ്പുവെച്ചിട്ടുണ്ട്. 1000 സംരംഭങ്ങളെ ശരാശരി 100 കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന മിഷൻ 1000 പദ്ധതിയുമായി വ്യവസായ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം 444 സംരംഭങ്ങളെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തു. 10000 സംരംഭങ്ങളെ 1 കോടി വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കി മാറ്റുന്നതിനായി മിഷൻ 10000 പദ്ധതിയും മുന്നോട്ട് വയ്ക്കുന്നു എന്നും വ്യവസായ മന്ത്രി അറിയിച്ചു. സ്പോർട്സ്. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ ഏകദിന പരമ്പരയ്ക്ക് നാളെ പെർത്തിൽ തുടക്കം. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രോഹിതും കോഹ്ലിയും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുകയെന്ന പ്രത്യേകതയാണ് ഈ മത്സരത്തിനുള്ളത്. ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാതെ എത്തുന്ന രോഹിതും റെക്കോർഡുകൾ ഭേദിക്കാൻ കിങ് കോഹ്ലിയും ഇറങ്ങുമ്പോൾ ആരാധകരുടെ കണ്ണുകളെല്ലാം രോക്കോ സഖ്യത്തിലേക്കാണ്. ഇപ്പോഴിതാ ഈ സഖ്യത്തിന്റെ കംബാക്കിന് മഴ വില്ലനാകുമോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക്. ആദ്യം ഏകദിനം നടക്കുന്ന പെർത്തിലെ കാലാവസ്ഥാ റിപ്പോർട്ടാണ് ആശങ്ക പടർത്തുന്നത്. ഒക്ടോബർ 19 ഞായറാഴ്ച ഇന്ത്യൻ സമയം 9 മണിക്കാണ് മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ദിവസം പെർത്തിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അങ്ങനെയെങ്കിൽ ഓപ്സ് മത്സരത്തിൽ ആരാധകർ കാത്തിരിക്കുന്ന മത്സരത്തെ മഴ ബാധിച്ചേക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ 3 ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടു. അടുത്ത മാസം നടക്കാനിരിക്കുന്ന പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കുമെതിരായ ത്രിരാഷ്ട്ര പരമ്പരയുടെ ഭാഗമാകാൻ പാക് അതിർത്തിയിലെ ഉർഗിൽ നിന്നും ശരണിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ടീം. പോപ്പ് ഗായിക കാറ്റി പെറിയുമായുള്ള ചൂടൻ ചിത്രങ്ങൾ പുറത്ത്. കനഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും വിവാദത്തിലേക്ക്. UK-യിൽ ഡ്യൂക്ക് ഓഫ് യോർക്ക് പദവി ഉപേക്ഷിക്കാൻ ആൻഡ്രൂ രാജകുമാരൻ. ഇനി മുതൽ പ്രിൻസ് എന്ന ഏക പദവി മാത്രമാകും. മറ്റ് രാജകീയ ബഹുമതികളും ഉപേക്ഷിക്കുമെന്ന് രാജകുമാരൻ പ്രസ്താവനയിൽ. സ്നാപ്ചാറ്റ് ഉപയോഗിച്ച് വഞ്ചിച്ച് ചിത്രങ്ങൾ കൈമാറി ബ്ലാക്ക് മെയിൽ ചെയ്ത കേസിൽ 19-കാരന് കാർഡിഫ് കോടതിയുടെ കഠിന ശിക്ഷ. ഇംഗ്ലണ്ടിന് ആദ്യ 20 ലോകകപ്പ് നേടിക്കൊടുത്ത ക്രിക്കറ്റ് താരവും അസിസ്റ്റന്റ് കോച്ചുമായിരുന്ന പോൾ കോളിംഗ്വുഡ്
ഒളിവിലാണെന്ന് റിപ്പോർട്ട്. വഴിവിട്ട സ്വകാര്യ ജീവിതത്തിന് പുറമെ കോടികളുടെ നികുതി വെട്ടിപ്പ് കൂടി പുറത്തു വന്നതോടെ കോളിവുഡ് മുങ്ങിയതായി റിപ്പോർട്ട്. ബ്രിട്ടനിൽ HIV വൈറസിനെ പ്രതിരോധിക്കാൻ ആദ്യ കുത്തിവയ്പ്പിന് അംഗീകാരം. കബോഡഗ്രാവിർ എന്ന മരുന്ന് 2 മാസത്തിലൊരിക്കൽ വർഷത്തിൽ 6 പ്രാവശ്യം നൽകുവാനാണ് അംഗീകാരം. ശൈത്യകാലത്തിന് മുന്നോടിയായി UK-യിൽ ഫ്ലൂ, കോവിഡ് എന്നിവയ്ക്ക് കാരണമാകുന്ന വൈറസുകൾ അതിവേഗം വ്യാപിക്കുകയാണെന്ന് റിപ്പോർട്ട്. ലിംഗപരമോ മതപരമോ ആയ കാരണങ്ങളാൽ പൊതുസ്ഥലത്ത് മുഖം മൂടുന്നത് നിരോധിക്കുന്ന ബിൽ പോർച്ചുഗൽ പാർലമെന്റ് അംഗീകരിച്ചു. വായ്പാ തട്ടിപ്പ് നടത്തി ഇന്ത്യ വിട്ട ഡയമണ്ട് വ്യാപാരി മെഹുൽ ചോംസ്കിയെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ അനുമതി നൽകി ബെൽജിയം കോടതി. ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡറായി കാസർഗോഡ് സ്വദേശി നഗ്മ മാലിക്. മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തിന് സമീപം ബോട്ട് മറിഞ്ഞ് 3 ഇന്ത്യക്കാർ മരിച്ചു. മലയാളികളടക്കം 5 പേരെ കാണാതായി. ഗാന്ധി ജയന്തി മാതൃകയിൽ IOC UK-യുടെ തെരുവ് ശുചീകരണത്തിന് UK-യിൽ അംഗീകാരവും അഭിനന്ദനവും. തെരുവ് ശുചീകരണത്തിൽ ബോൾട്ടൺ കൗൺസിലിന്റെ അഭിനന്ദനം. നെന്മാറ പോത്തുണ്ടി സജിത കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം. 3 വകുപ്പുകളിലെ 4 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.